മക്കളെ, അപ്പൊ നമുക്കിന്ന് നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗ്ലൈക്കോലൈസിസും ക്രെബ് സൈക്കിളും ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആണ്, മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ, എന്താണ് ഇവിടെ? അറേഞ്ച് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് സ്യൂട്ടബിളി ഇൻ ദ ടേബിൾ ഗിവൻ ബിലോ. ഇവിടെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിളിൽ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്, ഗ്ലൈക്കോലൈസിസ് എന്നും ക്രെബ് സൈക്കിൾ എന്നും. നിങ്ങൾ എന്ത് ചെയ്യണം? 4 പോയിന്റ്സ് അവിടെ തന്നിട്ടുണ്ട്. ആ 4 പോയിന്റ്സ് ഇവരിൽ പ്രോപ്പർ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എൻ്റെ മക്കളൊന്ന് എഴുതണം. നോക്കിക്കേ മക്കളെ, എന്താണ്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ഗ്ലൈക്കോലൈസിസ്, എന്താണ് ക്രെബ് സൈക്കിൾ? എന്താ മക്കളെ? ഗ്ലൈക്കോലൈസിസും ക്രെബ് സൈക്കിൾ എന്ന് പറയുന്നത് സെല്ലുലാർ റെസ്പിറേഷന്റെ 2 പ്രധാനപ്പെട്ട ഫേസസ് ആണ്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയലിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് എനർജി മേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. അത് മക്കളെ നമ്മുടെ സെല്ലിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇത് സെല്ലിന്റെ 2 ഭാഗത്തായിട്ടാണ് നടക്കുന്നത്, സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺഡ്രിയയിലും. സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോലൈസിസ്. ദെൻ മൈറ്റോകോൺഡ്രിയയിൽ ആരായിരിക്കും നടക്കുന്നുണ്ടാവുക? അതാണ് നമ്മുടെ സ്വന്തം ക്രെബ് സൈക്കിൾ എന്ന് പറയുന്നത്. നോക്കിക്കേ മക്കളെ, ഓക്സിജൻ ഇസ് നോട്ട് റിക്വയർഡ്. ഇവിടെ സെല്ലുലാർ റെസ്പിറേഷൻ ഈ 2 ഫേസിൽ ഒരു ഫേസിന് മതി ഓക്സിജൻ. ആർക്കാ മക്കളെ? ഗ്ലൈക്കോലൈസിസിനാണ് ഓക്സിജൻ വേണ്ടാത്തത്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ എഴുതാം. എന്തെഴുതാം? ഓക്സിജൻ ഇസ് നോട്ട് റിക്വയർഡ്. ഗ്ലൈക്കോലൈസിസ് പ്രോസസ് നടക്കണമെങ്കിൽ അവർക്ക് ഓക്സിജൻ വേണമെന്നില്ല. ഈ ഒരു ഓക്സിജന്റെ ആബ്സെൻസിൽ അവർ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഗ്ലൈക്കോലൈസിസ് ഇത് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. എൻ്റെ മക്കളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റും കിട്ടി. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻടു പൈറുവിക് ആസിഡ്. ആ പ്രോസസ്സും എവിടെയാണ് നടക്കുക? ഗ്ലൈക്കോലൈസിസിലാണ് നടക്കുക. അപ്പോൾ എയും ഡിയും എവിടെ വരുന്നു? ഗ്ലൈക്കോലൈസിസിൽ വരുന്നു. അടുത്ത് നോക്കിക്കേ, ക്രെബ് സൈക്കിൾ എന്താണ്? ഇത് എവിടെ വെച്ചാൽ നടക്കുക? മൈറ്റോകോൺഡ്രിയയിലാണ് നടക്കുന്നത്. ഓക്സിജൻ ഇവിടെ വേണം, ഓക്സിജൻ ഇവർക്ക് ആവശ്യമാണ് ഈ ഒരു പ്രോസസ്സിന്. ഓക്കെ, ടേക്ക് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയ. സോ സി പോയിന്റ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അടുത്ത ആരെ എഴുതാൻ പറ്റും? അടുത്ത ആരാണ് അവിടെ ഒരാൾ പെൻഡിങ് ആയിട്ടുള്ളത്? നോക്കിക്കേ, യെസ്, 28 ATP. 28 ATP ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ATP മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മക്കളെ, ഗ്ലൈക്കോലൈസിസിൽ 2 ATP മോളിക്യൂളും ബാക്കി 28 ATP എവിടെയാണ് ഫോം ചെയ്യുന്നത്? ക്രെബ് സൈക്കിളിലുമാണ്. സോ നമുക്ക് ആൻസർ കിട്ടി. വളരെ സിമ്പിൾ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ കുട്ടികൾ പഠിച്ചു വെക്കണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളാം, നെയിം ദ പ്രോസസ് റിലേറ്റഡ് ടു ദ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ഇല്ലസ്ട്രേറ്റഡ് ബിലോ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രീകരണത്തിൽ ഏത് പദാർത്ഥ സംവഹനമാണ്, അതായത് ഏത് മോളിക്യൂളിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ്, ഈ ഒരു പ്രോസസ്സിന്റെ പേരെന്താണ്? എൻ്റെ മക്കൾ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ ഇമേജിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആരുടെയാണ് ട്രാൻസ്പോർട്ടേഷൻ? ആരുടെ മക്കളെ? ഗ്ലൂക്കോസിന്റെ ആണ്. സോ ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ എൻ്റെ കുട്ടികൾക്ക്? ആരാണത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. സോ ഇത് ആരുടെ പടമാണ് മക്കളെ? ഇത് നമ്മുടെ സ്വന്തം ടീച്ചർ പേനയുടെ പേന ഒന്ന് മാറ്റട്ടെ. ദിസ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. മക്കളെ പറയൂ, എന്താണ് നോർമൽ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ തമ്മിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത്? നോർമൽ ഡിഫ്യൂഷൻ നമുക്കറിയാം, മോളിക്യൂൾസ് അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിഫ്യൂഷൻ എന്ന് പറയാം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് എനർജിയോ കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ മോളിക്യൂൾസ് അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു പ്രത്യേക ഒരാൾ വേണം. അതാണ് നമ്മൾ കാരിയർ പ്രോട്ടീൻ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത്. ഇവരുടെ ഹെൽപ്പോട് കൂടി മാത്രം, കണ്ടോ ഇവിടെ പേർപ്പിൾ കളർ കൊടുത്തിട്ടുണ്ടോ? ഇവരുടെ ഹെൽപ്പോട് കൂടി മാത്രമാണ് ഈ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എൻ്റെ മക്കളൊന്ന് ഓർത്തിരിക്കുക. അപ്പം മക്കളെ, നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? സിമ്പിൾ ആണ്. അതായത് ഈ ഒരു പ്രോസസ്സ് എന്താണെന്നാണ് പറയേണ്ടത്. അതിന്റെ ഡെഫിനേഷനും കൂടി എൻ്റെ മക്കളൊന്ന് എഴുതുവാണെങ്കിൽ 1 മാർക്ക് അല്ലെ, 1 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഈ ഒരു ആൻസർ മാത്രം എൻ്റെ മക്കളൊന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഗ്ലൂക്കോസ് ഈ രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഇമേജ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല മക്കളെ. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിന്റെ കാര്യം പറയുമ്പോൾ ഇത് റീഡ്രോ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വരയ്ക്കാൻ പഠിക്കണം, വളരെ മാൻഡേറ്ററി ആണ്. വരയ്ക്കാനും ലേബൽ ചെയ്യാനും പഠിച്ചോളണം കേട്ടോ. സോ റീഡ്രോ ദ ഡയഗ്രാം ഗിവൻ ആൻഡ് ലേബൽ ദ ഫോളോവിംഗ് പാർട്സ്. അതായത് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം എന്ത് ചെയ്യണം? വരച്ചിട്ട് ലേബൽ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ പാർട്സ് ആണ് ലേബൽ ചെയ്യേണ്ടത് എന്ന് ഇവിടെ സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 1 and 2. 1 പറയുന്നു പാർട്ട് വെയർ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ആർ സീൻ. മക്കളെ, ഒഡൻഡോബ്ലാസ്റ്റ് സെൽ എവിടെയാണുള്ളത്? ഒഡൻഡോബ്ലാസ്റ്റ് സെൽ
ഓക്കെ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എവിടെയുള്ളത് മക്കളെ? വേഗം ഒന്ന് പറയൂ, എവിടെയാണ്? ഈ ഒരു ഇമേജിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പൾപ്പ് ക്യാവിറ്റി, ഈ കണ്ടോ, ഇതാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. പൾപ്പ് ക്യാവിറ്റിയിലാണ് ഒഡൻഡോബ്ലാസ്റ്റ് സെൽ ഉള്ളത് കേട്ടോ. പൾപ്പ് ക്യാവിറ്റിയുടെ പ്രത്യേകത എൻ്റെ മക്കൾക്ക് അറിയില്ലേ? പല്ലിൻ്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസ്, നെർവ്സ്, കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലും പൾപ്പ് ക്യാവിറ്റിയിലാണുള്ളത്. ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പഠിക്കണം. അടുത്ത നോക്കിക്കേ, കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ ഗം. അതായത് ഏത് കണക്റ്റീവ് ടിഷ്യൂ ആണ് പല്ലിനെ അതിൻ്റെ ആ ഒരു ഗമ്മിലേക്ക് അല്ലേ അതെ നമ്മുടെ പല്ലിൻ്റെ മോണയിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇറക്കി വെക്കുന്നത് ആരാണ്? ആ ഒരു സോക്കറ്റിലേക്ക് ഇറക്കി വെക്കുന്നത് ആരാണ്? ആരാ മക്കളെ? നമുക്കറിയാവുന്ന ഒരാളാണ്. ആരാണിത്? നമ്മുടെ സ്വന്തം സിമൻഡം. ഓക്കെ, സിമൻഡം എന്ന് പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ. ഓക്കെ, ഓർക്കണേ. കണ്ടോ ഇതാണ് നമ്മുടെ സിമൻഡം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇങ്ങോട്ടേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിമൻഡം എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പം എൻ്റെ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ ഓരോ പാർട്സും ആ പാർട്സിൻ്റെ പ്രത്യേകതയും എൻ്റെ മക്കൾ പഠിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്ത് നോക്കിക്കേ മക്കളെ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരെയാണ് ഇമേജ് കൊടുത്തിട്ടുള്ളത്? ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളുടെ സ്വന്തം വൈറസ് ആണ്. സോ ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഈ ഒരു പടം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയണം. എന്താണ് ഈ ഒരു പടം? ഫസ്റ്റ് ഐഡന്റിഫൈ ദ മൈക്രോ ഓർഗാനിസം. ഇത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ആർക്കാണ് എഴുതാൻ പറ്റാത്തത്? ആരാ മക്കളെ? ഇത് നമ്മളുടെ സ്വന്തം വൈറസ് ആണ് കേട്ടോ. വൈറസ് ആണ്. വാട്ട് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ദിസ് മൈക്രോ ഓർഗാനിസം? എന്താണ് വൈറസിന്റെ സ്ട്രക്ചർ? സിമ്പിൾ ആണ്. നോർമലി ഒരു സെല്ല് പോലെ എന്തെങ്കിലും എന്താണ് നമ്മുടെ സെൽ ഓർഗനൽസോ ന്യൂക്ലിയസോ എന്തെങ്കിലുമൊക്കെ വൈറസിനുണ്ടോ? ഒന്നുമില്ല. വൈറസിന്റെ പ്രത്യേകത അവർക്ക് ഇതുപോലെ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. അതിനെ നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. മേ ബി ആ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് RNA ആയിരിക്കാം, അല്ലെങ്കിൽ അത് DNA ആയിരിക്കാം. ഇങ്ങനെ ഒരു ജനറ്റിക് മെറ്റീരിയലും കൂടി ഉണ്ട്. ഇത്രയും പറഞ്ഞാൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം. ഈ ഒരു പടവും നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇനി വാട്ട് ആർ ദ റീസൺസ് ഫോർ നോട്ട് ഇൻക്ലൂഡിംഗ് ദിസ് മൈക്രോ ഓർഗാനിസം ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ? അതായത് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഒന്നും നമ്മൾ വൈറസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ 5 ആയിക്കോട്ടെ 6 ആയിക്കോട്ടെ എവിടെയും നമ്മൾ വൈറസിനെ കുറിച്ച് പറയുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മക്കളെ പറയൂ, വൈറസിനെ കുറിച്ച് പറയാൻ കൊള്ളാമോ? കാരണം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഈ വൈറസ് എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഇവർ ഏതെങ്കിലും ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ കയറിയാൽ മാത്രമാണ് ഇവർ ജീവനുള്ളതായിട്ട് ആക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് ജീവൻ വരുള്ളൂ. അതല്ലാതെ ഇവരെന്താണ്? എപ്പോഴും ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഇവരെപ്പോഴും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇവരെ പ്രത്യേകിച്ച് ഒരു ക്ലാസിഫിക്കേഷനിലും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. ആ കാര്യം എൻ്റെ മക്കളെ ഈസി ആയിട്ട് ഓർത്ത് വെക്കുക. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്? നമ്മുടെ റിപ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു പിക്ചർ എന്താണ്? പറയൂ മക്കളെ. A and B ഉണ്ട്. A പറയുന്നു ഐഡന്റിഫൈ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ. അതായത് ഗർഭനിരോധനത്തിനുള്ള ഒരു മാർഗ്ഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഏതാണെന്ന് എൻ്റെ കുട്ടികളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. ആരാ മക്കളെ ഇത്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, IUD ആണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ഇതിപ്പോൾ നമ്മുടെ കോപ്പർട്ടിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മക്കളെ, ഈ ഒരു പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് വരും. അതായത് സൈഗോട്ട്, നമ്മുടെ സ്പേമും എഗും ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന സൈഗോട്ട് എന്ന് പറയുന്നത് സെൽ ഡിവിഷന് വിധേയമായിട്ട് മോറുലയാവും. മോറുല എന്ന് പറയുന്നത് പിന്നെ എന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ് ആവും. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മുടെ അമ്മയുടെ ഗർഭാശയത്തിൽ വന്ന് പറ്റിപ്പിടിച്ച് കഴിയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതങ്ങനെ പറ്റിപ്പിടിച്ചാലാണ് അതിന് പിന്നെ ബാക്കിയുള്ള വളർച്ചയൊക്കെ സാധ്യമാവുകയുള്ളൂ. സോ ആ ഒരു പ്രോസസ്സ്, ആ പറ്റിപ്പിടിക്കുന്ന പ്രോസസ്സ്, ദാറ്റ് ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് പറയുന്നത്. കോപ്പർട്ടി ഒരു എക്സാമ്പിൾ ആണ്. എൻ്റെ മക്കൾ ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. റൈറ്റ് എനി 2 മെത്തേഡ്സ് ഓഫ് പെർമനന്റ് കോൺട്രാസെപ്ഷൻ ആൻഡ് ഹൗ ഡസ് ഈച്ച് ഓഫ് ദം ഇനേബിൾ കോൺട്രാസെപ്ഷൻ. അതായത് എന്താ മക്കളെ പെർമനന്റ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ, അതായത് പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് എന്താണ് കുട്ടി ഉണ്ടാവുന്നത് തടയുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പെർമനന്റ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. 2 മെത്തേഡ്സ് ആണ് മക്കളെ ഇതിനുള്ളത്. സർജിക്കൽ മെത്തേഡാണ് രണ്ടും എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഓർമ്മയുണ്ടോ? ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആണ്. ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വോസെക്ടമി ഉണ്ട്, വോസെക്ടമി വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂബെക്ടമി. ഓക്കെ, ഈ 2 എണ്ണമാണ് വരിക. വോസെക്ടമി എന്ന് പറയുകയാണെങ്കിൽ മെയിലാണ് ഇത് നടക്കുന്നത്. മെയിലിൽ എങ്ങനെയാണ്? അവരുടെ വോസ് ഡിഫറൻസ് അല്ലെങ്കിൽ സ്പേം ഡക്ട് എന്ന് പറയുന്നത്, സ്പേമിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു കുഴൽ എന്ന് പറയുന്നത് കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതിനാണ് വോസെക്ടമി എന്ന് പറയുന്നത്. സർജിക്കൽ മെത്തേഡാണ് കേട്ടോ. ഓക്കെ, ട്യൂബെക്ടമി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫീമെയിലിൻ്റെ ഫലോപ്പിയൻ ട്യൂബ്, ഓവിഡക്ട് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് ഫ്യൂസ് ചെയ്ത് വെക്കുന്നതിനാണ്, അത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതിനാണ് എന്ന് പറയുക ട്യൂബെക്ടമി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇറിവേഴ്സിബിൾ ആണ്. ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ദമ്പതികൾക്ക്, ആ കപ്പിൾസിന് പിന്നെ കുട്ടികൾ ഉണ്ടാവുകയില്ല. അപ്പം എൻ്റെ കുട്ടികളൊന്ന്
ഓർത്ത് ഇരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഹിൻസ് ദാറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ദ മെസ്സേജ് ഓൺ ദ പ്ലക്കാർഡ് ഇസ് ഗിവൻ ബിലോ. അതായത് ഇവിടെ ഒരു പ്ലക്കാർഡ് കൊടുത്തിട്ടുണ്ട്, അതിലൊരു മെസ്സേജും കൊടുത്തിട്ടുണ്ട്. എന്താ മക്കളെ മെസ്സേജ്? കുഞ്ഞിന് 6 മാസം വരെ മുലപ്പാൽ നൽകുക. അതാണ്, ജനിക്കുന്ന കുഞ്ഞു കുട്ടികളുണ്ടല്ലോ അവർക്കൊരു 6 മാസം വരെ അമ്മയുടെ പാല് കൊടുക്കണം എന്നാണ് പറയുന്നത്. മക്കളെ എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ ഒരു ആൻസർ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇമ്പോർട്ടൻസ്, എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്? ബ്രസ്റ്റ് മിൽക്കിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇതൊരു പാരഗ്രാഫ് പോലെ എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ എഴുതാൻ പാടില്ല, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ എഴുതണം. 3 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു 6 പോയിന്റ് എങ്കിലും മാക്സിമം നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഇവിടെ ഹിന്റുകൾ 3 കൊടുത്തിട്ടുണ്ട്: കൊളസ്ട്രം, ആന്റിബോഡി, ന്യൂട്രിയൻസ്. എന്താ മക്കളെ പറയുന്നത്? അതായത് ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ അമ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മിൽക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കൊളസ്ട്രം എന്ന് പറയുക. ഈ ഒരു കൊളസ്ട്രം എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് കളറിലാണ്. ഇപ്പം തന്നെ 2 പോയിന്റ് കിട്ടി അല്ലേ? എന്താണ് കൊളസ്ട്രം എന്ന് പറഞ്ഞു? അത് യെല്ലോയിഷ് കളറിലാന്ന് പറഞ്ഞു അല്ലേ? ഇവരുടെ പ്രത്യേകത എന്താ മക്കളെ? ഇവരുടെ പ്രത്യേകത ഈ കൊളസ്ട്രോമിൽ എന്തുണ്ട്? ആൻറ്റിബോഡീസ് ഉണ്ട്. അതായത് എന്തെങ്കിലും പാത്തജൻസ് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നവരെ. അപ്പോൾ ഈ ആൻറ്റിബോഡി ഒരുപാട് എവിടെയുണ്ട്? ഈ കൊളസ്ട്രത്തിലുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മക്കളെ നിങ്ങൾ ഈ ഒരു 3 പോയിന്റും വെച്ചിട്ട് എന്ത് എഴുതുക? ഈ പറയുന്ന ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസർ എഴുതണം. അടുത്തൊരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. നമ്മുടെ പ്ലാന്റിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ഓരോന്നും കൊടുത്തിട്ടുണ്ട്: ബ്രയോഫൈറ്റ, ആൽഗെ, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം. അപ്പോൾ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് മോഡൽ? ആൻജിയോസ്പേംസ് reproductive parts are present in flowers. അതായത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ: മാസ് ഇൻഫർമേഷൻ ഗിവൻ ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ മോഡൽ. ഇവിടെ തന്നിട്ടുള്ള മോഡൽ വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ബോക്സിലുള്ള ഇൻഫർമേഷൻസിനെ ഒന്ന് മാച്ച് ചെയ്യണം. എന്താണ് മോഡൽ? ആൻജിയോസ്പേം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പ്രത്യുൽപാദന ഭാഗം എന്ന് പറയുന്നത് ഫ്ലവർ ആണ്, പൂക്കളാണെന്നാണ് പറയുന്നത്. റീപ്രൊഡക്ഷന്, സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഭാഗം ആരാണ്? ഫ്ലവേഴ്സ് ആണ്. അതുപോലെ ഇവരുടെ ക്യാരക്ടർ ഇവിടെ മാച്ച് ചെയ്യുന്നത് ആരാണ്? നോക്കിക്കേ, ബ്രയോഫൈറ്റ എന്ന് പറയുമ്പം ആരുമായിട്ട് മാച്ച് ചെയ്യാം? ബ്രയോഫൈറ്റ എന്ന് പറയുമ്പോൾ ആരാ മക്കളെ? എന്താണ്? വസ്കുലാർ ടിഷ്യൂസ് ആർ ആബ്സെന്റ്. വേണമെങ്കിൽ നമുക്ക് അവരുമായിട്ട് മാച്ച് ചെയ്യാം അല്ലേ? ബ്രയോഫൈറ്റയ്ക്ക് എന്തില്ല മക്കളെ? വസ്കുലാർ ടിഷ്യൂസ്, അതായത് സൈലോം ഫ്ലോയോ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത് നോക്കിക്കേ, ആൽഗെ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയുള്ള ആളാണ്. ആൽഗയുടെ പ്രത്യേകത എന്താണ്? യെസ്, അവരുടെ ബോഡി താലസ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, അടുത്ത ആൾ ആരാന്ന് നോക്കിക്കേ. അടുത്ത ആരാണ്? യെസ്, ടെറിഡോഫൈറ്റയുടെ പ്രത്യേകത എന്താണ്? യെസ്, വസ്കുലാർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ. വസ്കുലാർ ടിഷ്യൂസ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് എവിടെയാണ്? ടെറിഡോഫൈറ്റ്സിലാണ്. സോ ഈ പോയിന്റ് ടെറിഡോഫൈറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി ആരാണ്? ഒരേ ഒരാൾ മാത്രമാണ് ബാലൻസ് ഉള്ളത്. ആ ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജിംനോസ്പേം ആണ്. സോ ജിംനോസ്പേം എന്ന് പറയുന്നത് എവിടെ മാച്ച് ചെയ്യാം? സീഡ്സ് ആർ നോട്ട് എംബഡഡ് ഇൻ ഫ്രൂട്ട്സ്. സീഡ്സിന് ജിംനോസ്പേമിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആൻജിയോസ്പേമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മാങ്ങ ഒരു ആൻജിയോസ്പേം ആണ്. മാങ്ങയിൽ എങ്ങനെയാണ്? മാങ്ങയുടെ ആ ഒരു സീഡ് മാങ്ങയുടെ ആ ഒരു ഫ്ലഷിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത് വെച്ചേക്കല്ലേ, മൂടപ്പെട്ട് വെച്ചിരിക്കുകയല്ലേ. പക്ഷേ ജിംനോസ്പേമിന് അങ്ങനെയല്ല. പ്രത്യേകിച്ച് സീഡ് കാര്യങ്ങളൊന്നും ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ പൊതിഞ്ഞല്ല വച്ചിട്ടുള്ളത്. അതാണ് അവരുടെ പോയിന്റ്. അപ്പം മക്കളെ ഇതുപോലെ നിങ്ങളൊന്ന് പെയർ ചെയ്യണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇതും നമ്മുടെ റീപ്രൊഡക്ഷന്റെ പാർട്ടിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഫേസ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് പ്രഗ്നൻസി? ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് അല്ലെ. എന്താ ക്വസ്റ്റ്യൻ? നൽകിയിട്ടുള്ളവയിൽ ഗർഭധാരണത്തിന് തുടക്കം കുറിക്കുന്ന ഘട്ടം ഏതാണ്? ഏതാ മക്കളെ? ഏത് ഘട്ടമാണ് ശരിക്കും നമ്മളൊരു ലേഡി പ്രഗ്നന്റ് ആണെന്ന് പറയാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പം നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. സിൻസ് ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്, അതായത് സ്പേമും എഗും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്താൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ഓപ്ഷൻ ആണ് കേട്ടോ, ആൻസർ അല്ല. ഇനി നോക്കൂ, സിൻസ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്, അതായത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് മോറുലയായി, മോറുല ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് അത് യൂട്രസിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാലെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? മോറുല ഫോം ചെയ്ത് കഴിഞ്ഞാലെന്ന് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, അതായത് ഒരു ലേഡി പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് എപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ. അപ്പം എന്താണ് മക്കളെ ഇംപ്ലാന്റേഷൻ? അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മളുടെ അമ്മയുടെ ഗർഭാശയത്തിന്റെ യൂട്രൈൻ വാൾ, എൻഡോമെട്രി എന്ന് പറയുന്ന വാളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ആ ഇംപ്ലാന്റേഷൻ നടന്നാൽ മാത്രമാണ് ഒരു ലേഡി പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സിൻസ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് എക്സാമിന് പോവുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ.